മിനിയേച്ചർ ആന്തോറിയം പ്ലാന്റ്സിൽ നിന്ന് ഞാൻ 8 സെപ്പറേറ്റ് കുഞ്ഞ് പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുത്തത്. കാണണ്ടേ എങ്ങനെയാണെന്ന്? ആ വീഡിയോ അവസാനം വരെ കാണണം. ഞാൻ എങ്ങനെയാണ് ഇത്രയും സീഡ്ലിങ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നും എങ്ങനെയാണ് ഇത്രയും പൂക്കളൊക്കെ ഒരു ചെടിയിൽ തന്നെ ഉണ്ടാക്കുന്നതെന്നും ഉള്ളതിൻ്റെ സീക്രട്ട് ടിപ്പ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. കയ്യിലുള്ള കുറേ ആന്തോറിയം മിനിയേച്ചർ വെറൈറ്റിയിലുള്ള കുറേ ആന്തോറിയം ചെടിയുടെ റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇത് നല്ല തൈകളൊക്കെ 2 തൈകളൊക്കെ ഉണ്ട്. റിപ്പോർട്ട് ചെയ്യാതെ ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതൊരു ലെമൺ യെല്ലോ കളറാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളൊക്കെ കഴിയാറായി. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ റിപ്പോർട്ട് ചെയ്യാമെന്ന്. കളറൊക്കെ മങ്ങി തുടങ്ങി. അന്നേരമാണ് ഞാൻ സാധാരണ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. പിന്നെ ഇതിൻ്റെ പൂവുണ്ട്, ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് ഇതിന്. ഒരു കോൺ പോലെയുള്ള ഒരു ട്രയാങ്കിൾ പോലെ നല്ല ഭംഗിയാണ്. ഒരു പിങ്ക് കളറിലെ, ബേബി പിങ്ക് കളറിലെ ഒരു ആന്തോറിയമാണിത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് സാധാരണ ഇത് കണ്ടോ, നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ പൂ കാണാനായിട്ട്. ഒരു പിങ്കും ഒരു പിങ്കിഷ് വൈറ്റ്, നല്ലൊരു ഷെയ്ഡ്, നല്ല ഭംഗിയാണ്. ഇത് നിറച്ച് പൂക്കളുണ്ട് ഇതിൽ, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും കുറേ പൂക്കളൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് വൈറ്റ്, ഇത് കണ്ടോ, നിറച്ച് പൂക്കളായിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങിത്തുടങ്ങി. അപ്പം ഞാൻ ഓർത്തു എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ. ഇതിനകത്തിലൊക്കെ കുറേ തൈകളുണ്ട്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ചെടിയും കൂടെ ഒപ്പിക്കാം. നല്ല ഭംഗിയില്ലേ? പിന്നെ നല്ല റെഡ് കളർ, നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഇതിലും കുറേ പൂക്കളൊക്കെ ഉണ്ട്. ഇതാണ് അടുത്ത വെറൈറ്റി. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, പൂവിൻ്റെ ഈ ഇല കണ്ടോ, നല്ല ഭംഗിയല്ലേ? ഒരു നീണ്ട ഒരില, ചെറിയ ഡിഫറെൻ്റാണ്. കുറേ മൊട്ടുകളൊക്കെ ഉണ്ട് വിരിയാനായിട്ട്. എന്നാലും ഞാൻ റിപ്പോർട്ട് ചെയ്യുവാണ്. എന്തൊക്കെ സാധനങ്ങളാണെന്ന് ആദ്യം, ഇത് കുറേ ഓടും കഷ്ണങ്ങളാണ്, പൊട്ടിയ ചട്ടിയും ഒക്കെ ഒളിച്ച് ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ്, വാഷ് ചെയ്ത്. പിന്നെ നമ്മളുടെ കോള്, പെർലൈറ്റ്, കൊക്കോ ചിപ്സ്, പിന്നെ ഇത് നമ്മളുടെ വെർമിക്കുലേറ്റ്. പിന്നെ വേരൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഒരു ചീഞ്ഞോ അങ്ങനെ വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ, റൂട്ടൊക്കെ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ കരി, കുറച്ച് കമ്പോസ്റ്റ്, മണ്ണും ഇത് പോട്ടിംഗ് സോയിൽ, കൊക്കോ ചിപ്സ്, പെർലൈറ്റ്, പിന്നെ കുറച്ച് വെർമിക്കുലൈറ്റ്. ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ പോട്ട് അധികം പതുക്കെ പോട്ടിനകത്തുനിന്ന് ആ ചെടി ഒന്ന് പൊക്കി എടുക്കണം. വലിച്ച് എടുക്കാതെ പതുക്കെ വേരൊക്കെ കാണും അതിൻ്റെ ഔട്ട് സൈഡിൽ. അപ്പോൾ അതൊക്കെ നോക്കി സൂക്ഷിച്ച് എടുക്കാം. ഇതിനകത്ത് തന്നെ കുറേ തൈകളുണ്ട്. അധികം വേരുകൾക്കൊന്നും ഡാമേജ് ഒന്നും വരാതെ പതുക്കെ അതിങ്ങനെ ജസ്റ്റ് ലൂസാക്കി ഇങ്ങനെ 2ആയിട്ട് അടർത്തി എടുക്കാം. എനിക്ക് ഇത് ബുഷായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണാനായിട്ട് എനിക്കിഷ്ടം. അതിനൊരു പ്രത്യേക ഭംഗി തന്നെയല്ലേ ഇങ്ങനെ ബുഷായിട്ട് ഇങ്ങനെ നല്ല പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ കാണാൻ. അപ്പോൾ ഞാനിതിങ്ങനെ ഒരുമിച്ച് തന്നെയാണ് നടുന്നത്. വേണമെങ്കിൽ നമുക്കിതൊരു 2 ചെടിയായിട്ട് നട്ട് നമുക്ക് 2 ചെടികൾ കിട്ടും. ഇതിനകത്തിൽ വേരിൻ്റെ ഏറ്റവും അകത്താണ് ജിഫി ബാഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടിഷ്യൂ പോലെ ഇരിക്കുന്ന സംഭവം ഇതിലെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. അതൊക്കെ എടുത്ത് കളയണം ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത്. ഇത് കണ്ടോ, ഇതൊക്കെ ഇരിക്കുമ്പോഴാണ് ആ വേരിങ്ങനെ അഴുകിപ്പോകുന്നത് വെള്ളം കൂടുമ്പം.
ഈ ഉണങ്ങിയ ലീഫും പഴയ പോട്ടിംഗ് മിക്സും ഒന്നും ഞാൻ കളയത്തില്ല. അടുത്ത ഏതെങ്കിലും ഒരു പ്ലാന്റ് പോട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചട്ടിയുടെ അടിയിലിടാമല്ലോ. ആദ്യം ഈ കൊക്കോ ചിപ്സും പെർലൈറ്റും പോട്ടിംഗ് സോയിലും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനകത്തോട്ട് കുറച്ച് വെർമിക്കുലേറ്റ് കുറച്ച് ആഡ് ചെയ്യും. ഇത്ര മതി, ഒരു കുറച്ച് ഇച്ചിരി ഒന്ന് ഇട്ടാൽ മതി. ഈ വെർമിക്കുലേറ്റ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മളിടുന്ന വളമൊക്കെ ഇത് കുറേ നാൾ വലിച്ച് നമ്മളത് അബ്സോർബ് ചെയ്തെടുത്തിട്ട് സ്ലോ ആയിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ കുറേ നാളത്തേക്ക് ഈ ചെടിക്കൊക്കെ നന്നായിട്ട് വളം ഇരിക്കും. നമ്മൾ ഇടുന്ന വളമൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ഓരോ വളമൊക്കെ ഇടുന്നത് അത് സ്ലോ ആയിട്ട് റിലീസ് ചെയ്യും പ്ലാന്റ്സിനകത്ത്. ആദ്യം തന്നെ ചട്ടിക്കകത്ത് കല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലിട്ടിട്ട് കുറച്ച് കരിയും കൂടി ഇടും. എന്നിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ച പോട്ടിംഗ് മിക്സ് ഇട്ടിട്ട് ചട്ടിക്കകത്തോട്ട് ആ പ്ലാന്റ് ഇങ്ങനെ ഇറക്കി വെക്കും. ഒത്തിരി അമക്കി വെക്കത്തില്ല, ലൂസാക്കിയാണ് വെക്കുന്നത്. അതിൻ്റെ മണ്ടയ്ക്ക് കുറേ കരിയും കൂടി ഇട്ട് വേരൊക്കെ ഒന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടി ആ കല്ലും കൂടെ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് വെക്കണം. എന്നിട്ട് കുറച്ച് പോട്ടിംഗ് സോയിലും കൂടെ ഇട്ടിട്ട് പോട്ടിംഗ് റെഡിയാകും. ഇതിൻ്റെ ക്രൗൺ ഭാഗം ഞാൻ കവർ ചെയ്യത്തില്ല. അവിടെ നിന്നാണ് പുതിയ തൈകളൊക്കെ ഇങ്ങനെ പൊട്ടി കിളുത്ത് വരുന്നത്. അപ്പം അതങ്ങനെ തന്നെ വെക്കും. ഞാൻ എല്ലാ പോട്ടുകളും ഒക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് വെക്കട്ടെ. റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ കാണാം. അങ്ങനെ എല്ലാ പോട്ടുകളും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഇത് ഒന്ന് സേവ് ചെയ്തെടുക്കേണ്ട ഒരു പ്ലാന്റാണ്. ഫുള്ള് പോയായിരുന്നു. ഞാനിതിൻ്റെ എങ്ങനെയും രക്ഷപ്പെടുത്തിയെടുക്കാമെന്ന് നോക്കണം. അപ്പോൾ ഇതുപോലൊരു ചെറിയ പോട്ടിനകത്തോട്ട് ഞാൻ മിക്സൊക്കെ എടുത്ത് കുറച്ച് കല്ലും ഇതൊക്കെ ഇട്ട് വെക്കുവാണ്. അവസാനം വരെ കാണണം. ഒരു സീക്രട്ട് ടിപ്പൊന്നുമല്ല. ഞാൻ സാധാരണ എൻ്റെ ലീവ്സ് ചെടിയിൽ നന്നായിട്ട് പൂക്കളുണ്ടാകാനും നല്ല ഷൈനി ആയിട്ട് ലീഫൊക്കെ ഉണ്ടാകാനും ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കുണ്ട്. അത് കാണിച്ചു തരാം. എനിക്ക് 2 കുട്ടി പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ എക്സ്ട്രാ പ്ലാന്റ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ടിങ് കഴിഞ്ഞു. ഇനിയും ആ ട്രിക്ക് എന്താണെന്ന് കാണിച്ചു തരാം. അങ്ങനെ എല്ലാം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ 8 പോട്ടിനകത്തുനിന്ന് എനിക്ക് വേറെ ചെറിയ 6 പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 കുഞ്ഞി പ്ലാന്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് ഒത്തിരി സീഡ്ലിങ്സ് ഒക്കെ ഉണ്ടാകാനും നന്നായിട്ട് ഷൈനി ആയിട്ടുള്ള ലീഫൊക്കെ കിട്ടാനും ഞാൻ ചെയ്യുന്ന ട്രിക്കാണ് ഇനി കാണിച്ചു തരുന്നത്. അതും കൂടെ കണ്ടിട്ട് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ട്രിക്ക് എന്താണെന്ന് കാണിച്ചിട്ട് വരാം. ആദ്യം തന്നെ ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനമാണ് നമ്മളുടെ ബേ ലീഫ്, ഗാർലിക്ക്, പിന്നെ കോഫി പൗഡർ. ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം. നമ്മളുടെ നോർമൽ സാധാ കിട്ടുന്ന കോഫി പൗഡർ, അല്ലെങ്കിൽ ഞാനിപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഇതുള്ളത് ഇതായതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുന്നത്. ഏതാണെങ്കിലും എടുക്കാം. ഗാർലിക്ക് നന്നായിട്ട് ക്രഷ് ചെയ്തോ അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തോ നമ്മൾ ഒരു ഗ്ലാസ് ജാറിനകത്തിലോട്ട് ഇടുക. ബേ ലീഫ്, ഗാർലിക്ക്, പിന്നെ കോഫി പൗഡർ. തിളച്ച വെള്ളമാണ് ഇതിനകത്തോട്ട്. കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂറത്തേക്ക് ഇത് മാറ്റി വെക്കണം. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞ് ആ സൊല്യൂഷൻ കുറച്ച് മാറ്റി അതിൻ്റെ ഇതൊന്ന് അരച്ച് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട്. എന്നിട്ട് ഇത് സെയിം സംഭവം ഒരു ജാറിനകത്ത് ഒഴിച്ചിട്ട് ഇരട്ടി വെള്ളം ഒഴിച്ച് അത് ഡൈല്യൂട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നല്ലതായിട്ട് ആറി ഇതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം. എനിക്ക് ഒത്തിരി പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ബക്കറ്റിലൊക്കെ എടുത്താണ് വെക്കാറ്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ബൗളിൽ കുറച്ചായിട്ട് ഞാൻ കാണിക്കുന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ പ്ലാന്റ്സ് എത്രയാണോ അതിൻ്റെ അളവ് അനുസരിച്ചാണ് വെക്കേണ്ടത്. ഇത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പ്ലാന്റ്സിൻ്റെ ലീഫിൽ ഒരു കോട്ടനൊക്കെ എടുത്ത് തുടച്ചു കൊടുക്കുകയും അതിൻ്റെ ചോട്ടിൽ നമുക്കിത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് ഞാൻ ഫുള്ളി ഡ്രഞ്ച് ചെയ്യാനായിട്ട് ഞാനത് കുറച്ച് നേരം മുക്കി വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാറ്റി വെക്കുന്നത്. പിന്നെ ഒരു നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. അത് വെള്ളം ഒഴിക്കേണ്ട കാര്യമേ ഇല്ല ഈ ആന്തൂര്യത്തിന്. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം
എല്ലാ ദിവസവും മൂട് നനയത്തില്ല, ജസ്റ്റ് അതിൻ്റെ ഇലയിലും തണ്ടയിലും ഒക്കെ യൂസ് ചെയ്ത് സ്പ്രേ ചെയ്യും വെള്ളം. അപ്പം ലീഫൊക്കെ ഒന്ന് ഷൈനി ആയിട്ടിരിക്കും. എൻ്റെ ഈ പ്ലാന്റ്സ് ഔട്ട്സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണ്, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഇത് വെച്ച് തുടയ്ക്കുന്നത്. അപ്പം ഇതിൻ്റെ ആ പോഴ്സൊക്കെ ഓപ്പൺ ആയിരിക്കും, സ്റ്റൊമാറ്റോ ഒക്കെ ഓപ്പൺ ആയിരിക്കും. ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിക്കട്ടെ. ഇപ്പം ഇതിൻ്റെ ലീഫെല്ലാം എല്ലാത്തിൻ്റെയും ക്ലീൻ ചെയ്യാനുണ്ട്. പുറത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഭയങ്കര ഡസ്റ്റും പൊടിയൊക്കെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് മാസത്തിൽ 2 പ്രാവശ്യം ഇതുപോലെ ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേ സെയിം സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്യുകയും ചെയ്യും. അപ്പം ഇടയ്ക്ക് എല്ലാ ഓൾട്ടർനേറ്റ് വീക്കിൽ ഇത് അല്ലെങ്കിൽ NPK എന്തെങ്കിലുമൊക്കെ എപ്പോഴും സ്പ്രേ ചെയ്യും. ഇനിയും ഇത്രയും നട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തിൽ ജസ്റ്റ് ആഡ് ചെയ്യുന്നതാണ് ബാസാക്കോട്ട എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാന്യൂൾസ്. 2-3 എണ്ണം ഒരു പോട്ടിൽ ആഡ് ചെയ്താൽ മതി. അതപ്പം നന്നായിട്ട് ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ട് നമ്മുടെ സോയിൽ എപ്പോഴും കീപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ ബൈ.